നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. എഴുത്തുകാരിയും അധ്യാപികയുമായ മല്ലിക വേണുകുമാറിന്റെ 5ാമത്തെ പുസ്തകം ആത്മാനുരാഗം പ്രകാശനം ചെയ്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ അനീഷ് തകടിയിൽ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത കോളേജ് അധ്യാപകനും നിരൂപകനുമായ പ്രൊഫസർ GN പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗാന്ധിയൻ ഡോക്ടർ N രാധാകൃഷ്ണൻ പുസ്തക പ്രകാശനം നടത്തി. ഡോക്ടർ G രാജേന്ദ്രൻ പിള്ള പുസ്തകം സ്വീകരിച്ചു. പ്രൊഫസർ T ഗിരിജ, തലയിൽ മനോഹരൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നവസാഹിതിയുടെ സമഗ്ര സംഭാവന വിശിഷ്ട പുരസ്കാരം പ്രൊഫസർ GN പണിക്കർക്ക് സമർപ്പിച്ചു. 2022 നവസാഹിതി പുരസ്കാരം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും പ്രവാസി ഭാരതി റേഡിയോയിലെ വാർത്താ വിഭാഗം മേധാവിയുമായ അനീഷ് തകടിയിലിനും 2023 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി രാജേശ്വരി തോന്നിക്കലിനും സമ്മാനിച്ചു. G രാമചന്ദ്രൻ പിള്ള, രാജസൂയം വിശ്വംഭരൻ നായർ, മഹിള ബാബു, മാറനല്ലൂർ സുധി, തിരുമല ശിവൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗായത്രി M പരിപാടികൾ ഏകോപിപ്പിച്ചു. ചടങ്ങിന് മുന്നോടിയായി നടന്ന കവി സമ്മേളനത്തിൽ നിരവധി കവികൾ പങ്കെടുത്തു. ചാലഞ്ചേഴ്സ് ഓവർസീസ് കമ്മിറ്റി ഷാർജ അൽഫോർസാൻ ഫുട്ബോൾ ക്ലബിൽ നടത്തിയ ഷെഫി മാഷ് മെമ്മോറിയൽ ഫുട്ബോൾ ഫെസ്റ്റിൽ ഹാസ്കോ FC ചാമ്പ്യന്മാരായി. ടുഡോ മാർട്ട് FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഹാസ്കോ FC ചാമ്പ്യന്മാരായത്. 16 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. റഷീദ് അസീസ്, റാഷി അബ്ദു, ഷാജഹാൻ ഹംസ, KP ബഷീർ, KM നൌഷാദ്, ജംഷിൽ മൂസ, ഷെഫീഖ് ബക്കർ, ഷാനവാസ് ഹംസ എന്നിവർ നേതൃത്വം നൽകി. ഷാർജ KMCC തൃശൂർ ജില്ലാ കമ്മിറ്റിയും വനിതാ വിംഗും സംയുക്തമായി തൃശൂർ ഫെസ്റ്റ് 2K24 എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ, പായസ മത്സരം, ഗാനമേള, സാംസ്കാരിക സമ്മേളനം എന്നിവ അരങ്ങേറി. UAE KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് പുതു റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നസ്രു താജുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഒമാൻ കൃഷിക്കൂട്ടം ഇന്ത്യൻ സ്കൂൾ ബുറൈമിയുമായി ചേർന്ന് പതിവ് പോലെ കുട്ടികൾക്കായി ദ ലിറ്റിൽ ഗ്രീൻ ഫിംഗേഴ്സ് എന്ന മത്സരം സംഘടിപ്പിക്കുന്നു. വരും തലമുറ മണ്ണിന്റെയും കൃഷിയുടെയും പ്രാധാന്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.